നമസ്കാരം. പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 3, 2025 ബുധൻ. അങ്ങനെ മോശമായ ആഗോള സൂചനകളുടെ ഭാഗമായിട്ടും നിഫ്റ്റിയുടെ വീക്ക്ലി എക്സ്പയറിയും ഗോൾഡിന്റെ വിലയിൽ ഉണ്ടായ വർധനവ് തുടങ്ങി പലവിധ കാരണങ്ങളാൽ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. തുടർച്ചയായി ഈ മാസത്തെ രണ്ടാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും ഇന്നലെയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 1159.48 കോടി രൂപയ്ക്ക് ക്യാഷ് മാർക്കറ്റിൽ നിന്നും സെല്ല് ചെയ്യുന്ന കാഴ്ച തന്നെയാണ് കാണുവാനായിട്ട് സാധിച്ചത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 2549.51 കോടി രൂപയ്ക്കും ബൈ നടത്തുകയുണ്ടായി. നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നും നാളെയും ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ നേതൃത്വത്തില് GST റിഫോംസുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടിയിട്ട് GST കൗൺസിൽ മീറ്റിംഗ് ഇന്ന് ആരംഭിക്കും. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ ഇന്നലെ നിഫ്റ്റിക്ക് അതിന്റെ 100-ഡേ EMA ലെവൽ മറികടന്നുകൊണ്ട് മുകളിലേക്ക് പോകാൻ സാധിച്ചെങ്കിലും ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായ ഫോളിനെ തുടർന്ന് നിലവിൽ നിഫ്റ്റി അതിന്റെ ഷോർട്ട് മിഡ് ഡേയും മാത്രമല്ല 100-ഡേ EMAയുടെ താഴെയായിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം ഇന്ന് നിഫ്റ്റിയിൽ ഒരു റീബൗണ്ട് ഉണ്ടാവുകയാണെങ്കിൽ 24,700, 24,800 എന്നീ ലെവലുകളിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തേക്കാം. എന്നാൽ അതേസമയം ഈ ഇരു ലെവലുകളും നിഫ്റ്റിക്ക് അതിശക്തമായി മറികടക്കുവാൻ സാധിക്കുകയാണെങ്കിൽ 25,000 എന്ന ലെവലിലേക്കും നിഫ്റ്റിക്ക് എത്തിച്ചേർന്നേക്കാം. എന്നാൽ അതേസമയം 25,000 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യൽ മാത്രമല്ല സൈക്കോളജിക്കലിയും റെസിസ്റ്റൻസ് നേരിടാൻ സാധ്യതകളുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ ലെവലുകൾ വിശദീകരിക്കുന്നത്. ഇന്നലെ പ്രധാനപ്പെട്ട 2 ഗ്ലോബൽ ഇവന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഉച്ചതിരിഞ്ഞ് 2:30 ഓഗസ്റ്റ് മാസത്തെ ഇയർ ഓൺ ഇയർ ഫ്ലാഷ് ഇൻഫ്ലേഷൻ റേറ്റ് യൂറോപ്പിൽ നിന്ന് വരികയുണ്ടായി. ഇക്കണോമിസ്റ്റുകളുടെയൊക്കെ എക്സ്പെക്ടേഷനെ മറികടക്കുക മാത്രമല്ല യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ ടാർഗറ്റിനെ മറികടന്നുകൊണ്ട് 2% നിന്നും 2.1% ഇൻഫ്ലേഷൻ വർദ്ധിക്കുകയുണ്ടായി. ഇന്നലെ വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വൈകുന്നേരം 7:30 US നിന്നും ഓഗസ്റ്റ് മാസത്തെ ISM മാനുഫാക്ചറിംഗ് ഡാറ്റ റിലീസ് ചെയ്യുകയുണ്ടായി. മാർക്കറ്റ് എക്സ്പെക്ടേഷനെയൊക്കെ മറികടന്നുകൊണ്ട് മോശമായ റിസൾട്ട് തന്നെയാണ് വരികയുണ്ടായത്. ഫോർകാസ്റ്റ് ചെയ്തിരുന്നത് 49 ആയിരുന്നു, ജൂലൈ മാസത്ത് 48 ആയിരുന്നു. എന്നാൽ മാർക്കറ്റ് എക്സ്പെക്ടേഷനെയൊക്കെ നിരാശപ്പെടുത്തിക്കൊണ്ട് 48.7 എന്ന ലെവലിലാണ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായത്. ഇന്നും പ്രധാനപ്പെട്ട 2 ഗ്ലോബൽ ഇവന്റ്സുകളാണ് ഉള്ളത്. രാവിലെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് മുന്നേ 7 മണിയോടുകൂടി ഓസ്ട്രേലിയയിൽ നിന്നും Q2 GDP ഗ്രോത്ത് റേറ്റ് റിലീസ് ചെയ്യുന്നുണ്ട്. വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 7:30 US നിന്നും ജൂലൈ മാസത്തെ ജോബ് ഓപ്പണിംഗ് ഡാറ്റാസും റിലീസ് ചെയ്യുന്നുണ്ട്. ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US ബോണ്ട് മാർക്കറ്റിൽ നിന്നും പ്രഷർ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇന്നലെയും നഷ്ടത്തോടു കൂടിയിട്ടാണ് US മാർക്കറ്റുകൾ വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. മാത്രമല്ല ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ Nvidia 2.1%, അതേസമയം ആമസോണിന് 1.9%, ആൽഫബറ്റിന് 1.8% ഇടിവ് നേരിടുകയുണ്ടായി. അതിനെ തുടർന്ന് S&P 500 നാസ്ഡാക്ക് ഒക്കെ 0.7% നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ 100 പോയിന്റുകളുടെ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോഴും ബോണ്ട് ഈൽഡ്സിലുണ്ടായ വർധനവിനെ തുടർന്ന് ഒരു മാസത്തെ ലോയിലേക്ക് യൂറോപ്യൻ മാർക്കറ്റ്സുകൾ പതിച്ചുകൊണ്ട് നഷ്ടത്തോടു കൂടിയിട്ടാണ് 3 യൂറോപ്യൻ മാർക്കറ്റുകളും വ്യാപാരം ഇന്നലെ അവസാനിപ്പിക്കുകയുണ്ടായത്. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിലവിലെ ഇൻഡിക്കേഷൻ പ്രകാരം ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആണ് എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ മാർക്കറ്റ് സ്ലൈറ്റ്ലി നെഗറ്റീവ് ആയിട്ടും അതേസമയം കൊറിയൻ മാർക്കറ്റ് നേരിയ നേട്ടത്തോടു കൂടിയും വ്യാപാരം ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രന്റ് ക്രൂഡും ക്രൂഡ് ഓയിലും നിലവിൽ ഫ്ലാറ്റ് ആയിട്ട് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഗോൾഡിൽ ഉയർച്ച തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് സ്പെസിഫിക് ആയിട്ട് പ്രവേശിക്കാം. PCR ഒക്കെ ഇന്നലത്തെ ഇടിവോട് കൂടി മാറി മറിയുകയുണ്ടായി. നിഫ്റ്റിയുടെ PCR നിലവിൽ 0.89 എന്ന നിലയിലും മാക്സ് പെയിൻ 24,600 എന്ന ലെവലിലുമാണ് നിലനിൽക്കുന്നത്. ഹയർ ലെവൽസിലുള്ള സെല്ലിംഗ് പ്രഷറിനെ സൂചിപ്പിച്ചുകൊണ്ട് ലോങ് അപ്പർ ഷാഡോയോടും മൈനർ ലോവർ ഷാഡോയോടും കൂടിയിട്ടുള്ള ബെയറിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നും ദൃശ്യമാകുന്നത്. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം
25,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ ദൃശ്യമാകുന്നത്. എന്നാൽ അതേസമയം 24,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് പുട്ട് സൈഡിലേക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് പുട്ട് റൈറ്റിംഗും നിലവിൽ ഏറ്റവും കൂടുതൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.83 എന്ന നിലയിലും മാക്സ് പെയിൻ 54,000 എന്ന ലെവലിലും നിലനിൽക്കുന്നു. ഇന്നലെ ഉണ്ടായ ഫോളിനെ തുടർന്ന് ബാങ്ക് നിഫ്റ്റി ഇന്നലെ അതിന്റെ 200-ഡേ EMA ടെസ്റ്റ് ചെയ്യുകയുണ്ടായി. മാത്രമല്ല നിലവിൽ ബാങ്ക് നിഫ്റ്റിയും അതിന്റെ ഷോർട്ട് മിഡ് ടൈം മൂവിംഗ് ആവറേജുകളുടെ മാത്രമല്ല 100-ഡേ EMAയുടെ താഴെയായിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. മന്ത്ലി ഓപ്ഷൻസ് ഡേറ്റ പ്രകാരം 56,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ കാണുവാൻ സാധിക്കുന്നതെങ്കിലും 54,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ റൈറ്റിംഗ് നിലവിൽ ദൃശ്യമാകുന്നത്. അതേസമയം 54,000 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ദൃശ്യമാകുന്നത്. 53,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് കാണുവാനായിട്ട് നിലവിൽ സാധിക്കുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് കടക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. JSW സിമന്റ് ഇന്നലെ Q1 ഏർണിംഗ്സ് ഇയർ ഓൺ ഇയർ പ്രഖ്യാപിക്കുകയുണ്ടായി. 15.1 കോടി രൂപയിൽ നിന്നും 1,356.2 കോടി രൂപയായി ലോസ് വർദ്ധിക്കുകയുണ്ടായി. അതേസമയം റവന്യൂവിൽ 7.8% ഉയർച്ചയും രേഖപ്പെടുത്തി. ടാറ്റ കൺസൾട്ടൻസി സർവീസസ് സ്കാൻഡേവിയൻ നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയായ ട്രയാങ്ങുമായിട്ട് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് വിപുലീകരിച്ചതിനെ തുടർന്ന് 550 മില്യൺ യൂറോയുടെ പുതിയ ഓർഡർ ലഭിച്ചു എന്നുള്ള വാർത്തകൾ. വാരി എനർജി സ്പോർട്സണിലുള്ള 64% സ്റ്റേക്ക് 192 കോടി രൂപ മുടക്കി അക്വിസിഷൻ ചെയ്യുവാനുള്ള അനുമതി കമ്പനിയുടെ ബോർഡ് നൽകി എന്നുള്ള വാർത്തകൾ. PC ഇൻഫ്രാടെക് വാരണാസിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ റൺവേയുടെ എക്സ്റ്റൻഷനുമായി ബന്ധപ്പെട്ട് മാത്രമല്ല റീകാർപ്പറ്റിംഗ്, നിലവിലെ റൺവേയുടെ സ്ട്രെങ്തനിങ് തുടങ്ങി പലവിധ വർക്കുകൾക്കായിട്ടുള്ള ടെൻഡറിൽ 297.01 കോടി രൂപയ്ക്ക് കമ്പനി ലോവസ്റ്റ് ബിഡർ ആയിട്ട് മാറുകയുണ്ടായി. അദാനി പവർ മധ്യപ്രദേശിലെ സിൻഗ്രൂലിയിലുള്ള ദിറുവാലി മൈനിന് ഓപ്പറേഷൻ ആരംഭിക്കുവാനുള്ള അനുമതി മിനിസ്ട്രി ഓഫ് കോളിന്റെ ഭാഗത്ത് നിന്നും ലഭിച്ചു എന്നുള്ള വാർത്തകൾ. യെസ് ബാങ്ക് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ജപ്പാനിലെ സുമിറ്റോമോ മിറ്റ്സൂയി ബാങ്കിംഗ് കോർപ്പറേഷന് ബാങ്കിന്റെ സ്റ്റോക്ക് അക്വിസിഷൻ ചെയ്യുവാനുള്ള അനുമതി ലഭിച്ചു എന്നുള്ള വാർത്തകൾ. E2E നെറ്റ്വർക്ക്സ് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും 177 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു എന്നുള്ള വാർത്തകൾ. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.